തുല്യതയാണ് പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. പക്ഷേ വേണ്ട ആളുകൾക്ക് പരിഗണന കൊടുക്കുന്നതിന് അതൊരിക്കലും അദ്ദേഹത്തിന് തടസ്സമായില്ല. ഹായിലെ പൗരപ്രമുഖനായിരുന്ന അദിയ് റസൂലിനെ കാണാനെത്തുകയാണ്. അദിയ് ഹാത്തിമു ത്വായിയുടെ മകനാണ്. ഇത് മനസ്സിലാക്കിയ ഉടനെ റസൂൽ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ച് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ഒരു പ്രായം ചെന്ന സ്ത്രീ എന്തോ ചില പരാതിയുമായി റസൂലിന്റെ അടുത്തേക്ക് വന്നു. ഉടനെ പൗരപ്രമുഖനായ ഇദ്ദേഹത്തെ അവിടെ നിർത്തി തന്നെ ആ സ്ത്രീയുമായി വിഷയം സംസാരിച്ച് പരിഹാരം നിർദ്ദേശിച്ചു അല്ലാഹുവിന്റെ റസൂൽ. ഇത് കണ്ട അദിയ് ഇംപ്രസ്ഡായി. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇദ്ദേഹം മഹാനായ ഒരു മനുഷ്യൻ തന്നെ. വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ലാളിത്യം കണ്ട് അദിയ് വീണ്ടും അമ്പരന്നു. അവിടെ ആകെ ഉണ്ടായിരുന്ന ഈന്തപ്പനയോലകൾ നിറച്ച ഒരു കുഷൻ റസൂൽ അദിയിന് നേരെ നീട്ടി അതിലിരിക്കാൻ പറഞ്ഞു. ഒരുപാട് മടിച്ചെങ്കിലും റസൂൽ സമ്മതിച്ചില്ല. അങ്ങനെ റസൂൽ നിരത്തും അദിയ് കുഷനിലുമായി ഇരുന്നു. അങ്ങനെ സംസാരം നടത്തി. അവസാനം റസൂലിന്റെ സന്ദേശത്തിൽ ആകൃഷ്ടനായി അദിയ് മുസ്ലിമായി തിരിച്ചു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. പ്രവാചകന്റെ അനുചരന്മാർ പുറത്തു വന്നപ്പോൾ ചോദിച്ചു, എന്തായിരുന്നു അല്ലാഹുവിന്റെ റസൂല്, സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ, ഇയാൾക്ക് മാത്രമായി ഒരു പ്രത്യേക പരിഗണന? റസൂൽ പറഞ്ഞു, അദിയ് അയാളുടെ അനുയായികൾക്കിടയിൽ ആദരിക്കപ്പെടുന്ന ഒരാളാണ്. ആ ആദരവ് നാമും കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. സാമൂഹ്യ രംഗങ്ങളിൽ നാം പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഓരോ ആളുകൾക്കും അവർ അർഹിക്കുന്ന പരിഗണന കൊടുക്കുക എന്നുള്ളത്.